എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുന്നത് ഇടുക്കിയിലെ പാർട്ണർ സർവീസ് ബാങ്കിൽ നിന്നാണ്. ഞാൻ ബാങ്കിൽ സ്റ്റാഫായിട്ട് 3 വർഷമാണ്. കൗൺസിൽ ഏജൻ്റായിട്ട് 7 വർഷം വർക്ക് ചെയ്തത്. ആദ്യമായിട്ടാണ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് അജയ്. വീട്ടിലെ നമസ്കാരം. ജോലി ചെയ്തിട്ട് പിന്നെ ഇപ്പം 3ാമത്തെ ട്രെയിനിങ് ക്ലാസ്സാണ്. അത് ആദ്യമൊക്കെ ട്രെയിനിങ്ങിന് പോയെങ്കിലും താമസിച്ചൊന്നും നിന്നിട്ടില്ല. പോയി വരുന്ന സമയം മൂവാറ്റുപുഴ ആർബൻ ബാങ്കിലായിരുന്നു 3 പ്രാവശ്യത്തെ ട്രെയിനിങ്ങും. അത് ട്രെയിനിങ്ങിന് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അത്രയും ദൂരം ഉള്ളത് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങളുടെ ബാങ്കിൽ 4 പേരുണ്ട്. ക്ലാസ് ഒരുപാട് പ്രതീക്ഷകരമാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് താമസിച്ചൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഒരു എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും എങ്ങനെ നമുക്ക് ക്ലാസ് കിട്ടിയതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി മാറ്റം വരുത്താനൊക്കെ സാധിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. നല്ലൊരു ക്ലാസ് നമുക്ക് അതിനോട് ഒത്തിരി കാര്യങ്ങൾ ഇതിനൊരു ക്ലാസ് കിട്ടിയിട്ടില്ല. നമ്മൾ അവിടെ ബാങ്കിലൊക്കെ പോയെങ്കിലും നമ്മൾ അന്ന് താമസിച്ച ആ ഒരു ക്ലാസ് എല്ലാ രീതിയിലും നല്ലോണം പ്രയോജനപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല പ്രഗത്ഭരായ സാർമാരുടെ കീഴിൽ ഒരു ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ ഒരു രഞ്ജിനി സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. 13 വർഷം വർക്ക് ചെയ്യുന്നത്. ഞാൻ ജോലിക്ക് കയറിയിട്ട് 3 വർഷമാകും. ഫസ്റ്റ് ടൈമാണ് ട്രെയിനിങ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടൽ പോകുന്ന ഒരു വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ജൂനിയേഴ്സിൽ ഏത് രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുമായിട്ട് എങ്ങനെയാണ് സ്കിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് വിചാരിക്കും. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നൊരു ക്ലാസ്സാണ് മെയിൻ ഉദ്ദേശം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഫ്സൽ PA. ഞാൻ പാർട്ണർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജില്ലയിൽ നിന്നും എത്തിയിരിക്കുന്നു. ഞാൻ 6 വർഷമായി പ്യൂർ തസ്തികയിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ ബാങ്കിലെ കസ്റ്റമേഴ്സിനെ എങ്ങനെ നല്ല നിലയിൽ ബിഹേവ് ചെയ്യാമെന്നും അതിലുപരി വ്യക്തിത്വ വികാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിനുതകുന്ന ഒരു ക്ലാസ് ആയിട്ട് ലഭിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് സാജൻ. പുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വരുന്നു. എറണാകുളം ജില്ലയിൽ 8 വർഷം പുഴുപ്പള്ളി 8 വർഷം ആകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ജിജി. പുൽപ്പള്ളി സിറ്റി തന്നെ വർക്ക് ചെയ്യുന്നത്. 7 വർഷം അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ സഹകരണ മേഖലയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ഷൈകൃഷ്ണൻ. കൊല്ലം ജില്ലയിലെ 4 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് പഠിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിട്ട് 2.5 വർഷമായിരുന്നു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്നു. 10 വർഷമായിട്ട് പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. 2ാമത്തെ ട്രെയിനിങ്ങിനായി പങ്കെടുക്കുന്നത്. ആദ്യത്തെ തവണ മലപ്പുറത്തായിരുന്നു. നമ്മുടെ ജോലി
തിരിച്ച് ഇങ്ങോട്ടും നമുക്ക് അതേപോലത്തെ ബിഹേവിയർ കിട്ടാനും പിന്നെ നമ്മുടെ സ്ഥാപനത്തിനോടും ജോലിയോടും കൂടുതൽ ആത്മാർത്ഥത കിട്ടാൻ ഈ ക്ലാസ് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അവൻ. ഞാൻ മലപ്പുറം പേരുന്ന പേരുന്നത് താലൂക്ക് ടീച്ചേഴ്സ് സൊസൈറ്റി എന്നാണ് വരുന്നത്. ജോയിൻ ചെയ്ത് 2 കൊല്ലമായിട്ടുള്ളൂ. ഫസ്റ്റ് ട്രെയിനിങ് ആണ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെക്ടേഷൻസ് ആണ്. കാരണം ജോയിൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. ആരും എക്സ്പെക്ടേഷൻസ് വേണം. കോട്ടയം ജില്ലയിലെ കാമന്തല സർവീസ് സഹകരണ ബാങ്കിന് വരുന്നു. ജോലി കയറിയിട്ട് 4 വർഷമായി. ആദ്യത്തെ ട്രെയിനിങ് ആണ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വന്നേക്കുന്നത്. എൻ്റെ പേര് ഞാൻ കോട്ടയം ജില്ലയിലെ കാമന്തല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വരുന്നു. ജോലി കയറിയിട്ട് 4 കൊല്ലമായി. ഫസ്റ്റ് ട്രെയിനിങ് ആണ്. ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ഉപകരിക്കാൻ പറ്റുമോ അതെല്ലാം കേട്ട് മനസ്സിലാക്കി പോകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ പേര് അനീഷ്. ഞാൻ ഗ്രാമീണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോട്ടയം ജില്ല 9 വർഷമായി ജോലി കയറിയിട്ട് ആദ്യത്തെ. ഞാൻ കോട്ടയം ജില്ല വൈക്കം ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വരുന്നു. ജോലി കയറിയിട്ട് 7 വർഷമായി. വീണ്ടും കസ്റ്റഡിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് മിനിയെന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന വക്കം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ട്രെയിനിങ് ഫസ്റ്റ് ടൈമാണ്. ഇതിനൊന്നും പോയിട്ടില്ല. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലയെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത്. 8 വർഷമായി സർവീസിൽ. എൻ്റെ പേര് ഷീന. വക്കം ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് വരുന്നത്. പ്യൂണായിട്ട് ജോലി ചെയ്യുന്നു. ഫസ്റ്റ് ടൈമാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതൽ അറിവുകൾ കിട്ടണമെന്ന് ഉള്ള ഇതിലാണ് വന്നത്. സന്തോഷം. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള അത്രയും ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി വർഷമായവരും ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തവരുമുണ്ട്. ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു ഹോമോജീനിയസ് ആക്കി നമുക്ക് ഇവിടെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഒത്തൊരുമിച്ച് നിന്ന് ഒരു ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിങ്ങളുടെ ആവശ്യപ്രകാരം കൂടുതൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ എങ്ങനെ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാം, കോപ്പറേറ്റീവ് മേഖലയെ പറ്റി കൂടുതൽ അറിയുന്നത്, നിങ്ങളുടെ ഈ പ്രതീക്ഷയെല്ലാം സാക്ഷാത്കരിക്കുന്നതാകട്ടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് ആശംസിക്കുന്നു.